ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. പ്രിയമുള്ളവരെ, ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരാകണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ 3 കാര്യങ്ങളെക്കുറിച്ചാണ് പരിശുദ്ധനായ പത്രോസ്ലീഹ ഇവിടെ പറയുന്നത്. പത്രോസ്ലീഹ ഒന്നാമതായി പറയുന്നത്, നമുക്ക് ദോഷം ചെയ്യുന്നവരോടും നമ്മളെ ശകാരിക്കുന്നവരോടും പകരം ചെയ്യുവാൻ നമുക്ക് അനുവാദമില്ല എന്നാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43-44 വാക്യങ്ങളിൽ യേശുക്രിസ്തു പറയുന്നു: കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇപ്രകാരം ദൈവമക്കൾ ചെയ്യേണ്ടതായ പല വിധത്തിലുള്ള ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരിലൂടെ ദൈവമക്കളെ പഠിപ്പിച്ചത്. രണ്ടാമതായി പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നു, നമ്മൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ യഹോവയായ ദൈവം അബ്രാഹാം പിതാവിനെ വിളിച്ച് പറഞ്ഞു: ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനാണ്. ഈ സത്യം നാം മറക്കരുത്. ഈ അനുഗ്രഹങ്ങൾ നാം മാത്രം അനുഭവിച്ചാൽ പോരാ, അത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുവാനും നാം ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് പത്രോസ്ലീഹ 3-ാമതായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കേണ്ടവരാണ് എന്ന്. ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നാം മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു: ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ശത്രുക്കളെ സ്നേഹിക്കുവാനും ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുമുള്ള കൃപ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.